ഈ പാലത്തിലൂടെയുള്ള ആദ്യ വാഹനം ഇതാ പാലം കടന്ന് മുണ്ടക്കയിലേക്ക് ഇക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. 194 മീറ്റർ ദൂരത്തിലാണ് ഈ പാലം ഇന്ത്യൻ സൈന്യം സജ്ജമാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ത്വരിതഗതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. 2 ദിവസം രാപ്പകൽ വ്യത്യാസമില്ലാതെ മഴയെയും മഞ്ഞിനെയും ഒക്കെ തൃണവൽക്കരിച്ച് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം ഇന്ത്യൻ സൈന്യം പൂർത്തിയാക്കിയിരിക്കുന്നത്. 24 ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള 194 മീറ്റർ ദൂരത്തിലായിട്ടാണ് ഈ പാലം ഇപ്പോൾ നിർമ്മാണം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ആ പാലം പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാവുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള രണ്ട് ഭാഗങ്ങളിലായി പോയിട്ടുള്ള 2 ഗ്രാമങ്ങളെ ചേർത്തിണക്കിക്കൊണ്ട് അവയെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഒരു പാലത്തിന്റെ നിർമ്മാണം ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ആദ്യ സൈനിക വാഹനം പാലത്തിലൂടെ കടന്നുപോയിരിക്കുന്നു. അങ്ങനെ ഇതിന്റെ ഒരു സുരക്ഷാ സെക്യൂരിറ്റി ചെക്കിംഗ് കൂടി ഇതിലൂടെ നടന്നിരിക്കുകയാണ്. ഈ വാഹനം കടന്നു പോകുന്നതിലൂടെ ഇനി ഏതു വാഹനത്തിനും ആർക്കും എത്രയും പെട്ടെന്ന് ഇക്കരയിലേക്ക് എത്താൻ സാധിക്കും. അഭിലാഷ് സൂചിപ്പിച്ചതനുസരിച്ച് ഈ പാലം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് മാത്രമല്ല, അത് കഴിഞ്ഞും ഈ പാലം അവിടെ തന്നെ ഉണ്ടാകും. അടുത്തൊരു പാലം ഈ 2 ഗ്രാമങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാനായി നിർമ്മിക്കുന്നത് വരെയും ഈ പാലം അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ പാലം അവിടെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന വണ്ണത്തിൽ ഈ പാലം അത്രയും കാലം അവിടെ തന്നെ തുടരും. ഇപ്പോൾ ഈ വാഹനം കടന്നുപോയിക്കൊണ്ട് അതിന്റെ സുരക്ഷാ ചെക്കിംഗ് കൂടി നടന്നിരിക്കുകയാണ്. അങ്ങനെ ബെയിലി പാലം അതിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഈ തെരച്ചിലിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒക്കെയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിർണായകമായതാണ് ഈ പാലത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. ആ പാലം പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ വയനാട്ടിൽ നിന്നും ചൂരൽമലയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് മാതൃഭൂമി ന്യൂസിലൂടെ. ബെയിലി പാലത്തിലൂടെ ആദ്യ വാഹനവും കടന്നു പോയിരിക്കുകയാണ്. ആദ്യ വാഹനം കടന്നുപോയിട്ട് അതിന്റെ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നു. ഇനി ഭക്ഷ്യവസ്തുക്കളും മറ്റ് സാധനങ്ങളും ഒക്കെയായിട്ട് വാഹനങ്ങൾക്കും ആളുകൾക്കുമൊക്കെ ഈ പാലത്തിലൂടെ കടന്നു പോകാനാകും. ആ നദിയിലെ കുത്തൊഴുക്കും ഇപ്പോഴും ഓറഞ്ച് അലേർട്ടാണ് ഈ പ്രദേശത്ത് നിന്നൊക്കെ ഓർക്കണം. തീവ്രമായിട്ടുള്ള മഴ പെയ്യാൻ സാധ്യതയുണ്ട്. പുഴയുടെ വൃഷ്ടിപ്രദേശത്ത് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ആ സ്ഥലത്തും ഇപ്പോഴും ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഇനിയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്, നദിയിൽ കുത്തൊഴുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ അതിനെയൊക്കെ അതിജീവിച്ച് ഇക്കരയിലേക്ക് ആളുകൾക്ക് എത്താൻ സാധിക്കുന്ന തരത്തിൽ ബെയിലി പാലം പൂർണ്ണ സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏറെ സവിശേഷതകളുള്ളതാണ്. ഇന്ത്യൻ സൈന്യമാണ് ഇത്തരത്തിലുള്ള പാലം നിർമ്മിക്കാറ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരന്ത ഭൂമിയിലൊക്കെയും സൈനിക ആവശ്യത്തിനായും ഒക്കെയായിട്ടാണ് ബെയിലി പാലം നിർമ്മിക്കുന്നത്. ഡൽഹിയിൽ നിന്നാണ് ഈ പാലത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ കണ്ണൂർ വിമാനത്താവളം വഴി എത്തിച്ചത്. ഒപ്പം തന്നെ ബാംഗ്ലൂരിൽ നിന്നും കുറെ സാധനങ്ങൾ എത്തിച്ചിരുന്നു. അങ്ങനെയാണ് ഈ പാലത്തിന്റെ നിർമ്മാണം അല്പസമയത്തിന് മുൻപ് പൂർണ്ണ തോതിൽ എത്തുകയും ഇപ്പോൾ പാലം എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ആദ്യ വാഹനം കടന്നു പോവുകയും ചെയ്തിരിക്കുന്നു.